ചമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശരത്തും ശരത്തിൻ്റെ ഒരു സുഹൃത്തും കൂടിയിട്ട് ഒരു ചായക്കടയുടെ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഈ ടൈമിൽ ആൻ്റണിയും ആൻ്റണിയുടെ സഹായികളും കൂടി കാറിൽ വന്നുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ശരത്തിനെ കാണുന്നതും അവരവിടെ കാറ് നിർത്തിയിട്ട് ദേ ആൻ്റണി ചേട്ടാ ശരത്ത് എന്നൊക്കെ പറയുന്നുണ്ട് ആൻ്റണിയുടെ സുഹൃത്തുക്കൾ. അപ്പോൾ ആൻ്റണി അവനെ കണ്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നോക്കിക്കേടാ ഞങ്ങളുടെ കൂടെ ഇരുന്നുണ്ടായപ്പോൾ കയ്യിൽ എന്തോരം കാശുണ്ടായിരുന്ന ചെക്കനാ, തോന്നുമ്പോഴൊക്കെ ബാറിൽ പോയി ബീറും കുടിച്ചിരുന്നവനാ, ഇപ്പം നോക്ക് ഒരു ചായക്കടയുടെ ഫ്രണ്ടിലിരുന്ന് ചായ കുടിക്കുന്നു, അവൻ്റെ കയ്യിൽ കാശൊന്നും കാണില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുവാണേ. അപ്പോൾ ആൻ്റണിയുടെ സുഹൃത്ത് പറയുന്നുണ്ട്, ആൻ്റണി ചേട്ടാ ഞങ്ങൾ കുറച്ച് പേര് അവനോട് മിണ്ടാൻ പോയപ്പോഴേക്കും അവൻ അടുക്കുന്നില്ല, ഇനി അവൻ ഞങ്ങളുടെ കൂട്ട് കൂടില്ലെന്നാ തോന്നുന്നതെന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പോക്കറ്റിൽ നിന്ന് ഒരു 100 രൂപ എടുത്തിട്ട് അയാളുടെ കൈ കൊടുത്തിട്ട് പറയുവാണ്, എടാ ആ ശരത്ത് കുടിച്ച് ചായയുടെ കാശ് നീ പോയി കൊടുത്തിട്ട് വാന്ന് പറയുവാണ്. അപ്പോൾ ആ സുഹൃത്ത് പറയും, എന്തിനാണ് ആൻ്റണി ചേട്ടാ, അവൻ ആൻ്റണി ചേട്ടൻ്റെ മൈൻഡ് പോലും ഇല്ല, ഇനി വരുമെന്നും തോന്നുന്നില്ല, പിന്നെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ, നീ ഞാൻ പറയുന്നത് ചെയ്യടാന്ന് പറഞ്ഞിട്ട് ആ കൂട്ടുകാരനെ പറഞ്ഞു വിടുവാണേ ചായക്കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൻ്റണി പറഞ്ഞതുപോലെ തന്നെ ഇയാൾ ചെയ്യുവാണ്. നേരെ പോയി ആ ചായക്കടക്കാരൻ്റെ കയ്യിൽ ചേട്ടാ ഇവൻ കുടിച്ച ചായയുടെ കാശെന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. ഇത് കാണുമ്പോഴേക്കും ശരത്തിന് ദേഷ്യം വരും. എടോ തന്നോട് ഞാൻ പറഞ്ഞോ ഞാൻ കുടിച്ച ചായയുടെ കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട്, താൻ തൻ്റെ പണി നോക്കി പോയി ചേട്ടാ അവൻ്റെ കാശ് മേടിക്കണ്ട, എൻ്റെ കാശ് ഞാൻ തന്നെ തരാമെന്ന് പറഞ്ഞിട്ട് ശരത്ത് പോക്കറ്റിൽ നിന്നെടുത്ത് കാശ് കൊടുക്കുവാണ്. ഈ ടൈമിൽ ആൻ്റണി കാറിൻ്റെ പുറത്തിറങ്ങി നിന്നിട്ട് ഇവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ശരത്തെ ആൻ്റണി ചേട്ടന് കാശ് കൊടുക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടേന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, എൻ്റെ കാശ് കൊടുക്കാൻ എനിക്കറിയാം, കണ്ടവരുടെ കാശൊന്നും എനിക്ക് വേണ്ട എന്നൊക്കെ പറയുവാണേ. ശരത്തും സുഹൃത്തും കൂടി ബൈക്കിൽ കയറി പോകാൻ പോകുമ്പോഴേക്കും ആൻ്റണിയുടെ സുഹൃത്ത് തടയുന്നുണ്ട്. എന്താടാ ശരത്ത് ഇത്, നമ്മുടെ ആൻ്റണി ചേട്ടനല്ലേ, ആൻ്റണി ചേട്ടൻ കൊടുത്തുവിട്ട കാശ് കൊടുക്കണ്ടെന്ന് നീ എന്തിനാ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, ആൻ്റണി ചേട്ടനെ മനസ്സിലെന്താന്നേ എനിക്ക് നല്ലോണം അറിയാം, എനിക്കെന്താ ഒരു ചായ കുടിക്കാൻ പോലും വകയില്ലെന്ന് ഓർത്തിട്ടാണോ ആ കാശ് കൊടുത്തു വിട്ടത്, അങ്ങനെയൊന്നും ഇല്ല ശരത്ത് എന്ന് പറഞ്ഞ് ശരത്തിനെ അവരുടെ വഴിയിലോട്ട് കൊണ്ടുവരാൻ നോക്കുമ്പോഴും ശരത്ത് സമ്മതിക്കുന്നില്ലേ. ശരത്ത് പറയുന്നുണ്ട്, എനിക്ക് ആരുടെ എന്തായ ആവശ്യമില്ല, എനിക്ക് പഠിപ്പുണ്ട്, പഠിപ്പ് കഴിഞ്ഞിട്ടേ ഞാൻ നല്ലൊരു ജോലി നോക്കും, നല്ല കാശ് സമ്പാദിക്കുകയും ചെയ്യും, ഇപ്പം എനിക്ക് ആരുടെ സഹായം ആവശ്യമില്ല, എൻ്റെ വഴിയുടെ കുറുകെ വരാൻ നിൽക്കരുതെന്ന് അയാളോട് പോയി പറഞ്ഞേക്കെന്ന് പറഞ്ഞിട്ട് ശരത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവാണേ. ആൻ്റണിക്ക് ഇതൊക്കെ കാണുമ്പോഴേക്കും ഇങ്ങനെ ദേഷ്യം വന്നിരിക്കുവാണ്. ആൻ്റണി പറയുന്നുണ്ട്, അവനെ ഇപ്പം അഹങ്കാരം തലക്ക് പിടിച്ചിരിക്കുക, അവൻ പഠിക്കട്ടെ, പഠിച്ച് ജോലി മേടിക്കും എന്നൊക്കെയല്ലേ പറയുന്നത്, കാണാം ഇത് എത്ര നാൾ പോകുന്നു, അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആൻ്റണി ഫോൺ എടുത്തിട്ട് നേരെ ശ്രുതിയെ വിളിക്കുവാണേ. ശ്രുതി ഫോൺ എടുക്കുമ്പോഴേക്കും ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യം എന്തായി ശ്രുതി എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, ആൻ്റണി സച്ചിയുടെ കയ്യിൽ നിന്നും ആ ഫോൺ അടിച്ചു മാറ്റുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, എനിക്ക് കുറച്ച് ദിവസത്തെ സമയം താന്ന് പറയുമ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമില്ല, ഞാൻ കുറച്ച് സമയമൊക്കെ തരാം, പക്ഷേ നിൻ്റെ കാര്യം അതുപോലെ തന്നെ നീണ്ടുപോകും, നിന്നെ ആ നവീൻ ദാസ് ഇപ്പോൾ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുവല്ലേ, അതിനൊരു അറുതി വരുത്തണം എന്നുണ്ടെങ്കിൽ നീ എത്രയും പെട്ടെന്ന് സച്ചിയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ എനിക്ക് അടിച്ചു മാറ്റി തരണം എന്ന് ആൻ്റണി പറയുവാണേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, വെയിറ്റ് ചെയ്യുക ആൻ്റണി, ഞാൻ നോക്കട്ടെ, ഇന്ന് രാത്രി എന്തായാലും അടിച്ചു മാറ്റാൻ ശ്രമിക്കാമെന്നൊക്കെ ശ്രുതി പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുവാണേ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിൻ രേവതിയും കൂടി ഈ ചായക്കടയിൽ തന്നെ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തുവാണ്. എന്നിട്ട് അകത്ത് കയറി ചായ കുടിക്കുവാണ്. ഇത് കണ്ടോണ്ട് നമ്മുടെ ആൻ്റണി ഇതൊക്കെ ഒളിച്ചു നിന്ന് കണ്ടുകൊണ്ടിരിക്കുവാണ്. ആൻ്റണിയെ സച്ചിൻ രേവതിയൊന്നും കണ്ടിട്ടില്ല. രേവതിയുടെ മുഖമൊക്കെ ഇങ്ങനെ വാടി നിൽക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എൻ്റെ രേവതി നീ ഇപ്പോഴും അതന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണോ, ഞാനുള്ളപ്പോൾ നിനക്കൊന്നും സംഭവിക്കില്ല, നീ പേടിക്കണ്ട, ചായ കുടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചായ കുടിക്കുവാണ്. അപ്പോൾ ആൻ്റണിക്ക് ഇതൊക്കെ കണ്ടിട്ട് പുറത്തുനിന്ന് ഇങ്ങനെ ദേഷ്യം വരുവാണ്. എൻ്റെ സ്ഥലത്ത് വന്നിട്ട് എൻ്റെ ദേഹത്ത് കൈവച്ച് പോയവരാ ഇവരെ അങ്ങനെ ഞാൻ വെറുതെ വിടില്ല, ഇവൻ കാരണം ആളുകൾക്ക് എന്നോടുള്ള ഭയമൊക്കെ പോയിക്കൊണ്ടിരിക്കുക, ഇവനിട്ട് ഞാനൊരു പണി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ആൻ്റണിക്ക് ദേഷ്യം കൂടിക്കൂടി വരുവാണേ. ആ ശ്രുതി എപ്പോഴാ ഫോൺ എടുത്ത് വീഡിയോ തരുന്നതൊന്നും പറയാൻ പറ്റൂല, അത്രയും നാളത്തേക്കൊന്നും എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റൂല, ഇവൻ ഇപ്പം തന്നെ എനിക്ക് എന്തെങ്കിലും ചെയ്യണം, ഇവൻ്റെ വണ്ടി നമുക്ക് ഇടിച്ചിടണം എന്നൊക്കെ പറയുവാണേ. അപ്പോൾ ആൻ്റണിയുടെ സഹായി ചോദിക്കുന്നുണ്ട്, ഇടിച്ചിടാനോ, ഇവരെ ഈ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് അവരെ ഫോളോ ചെയ്യാം, എന്നിട്ട് ഒരു ആക്സിഡൻറ്റ് പോലെ തന്നെ അവരുടെ സ്കൂട്ടർ നമുക്ക് ഇടിച്ചിടണം, സംശയമൊന്നും ആർക്കും തോന്നരുത്, കിട്ടിയ അവസരത്തിൽ ഒറ്റയിടിച്ച് നമുക്ക് ഓടിപ്പോണം എന്നൊക്കെ ആൻ്റണി പറയുവാണേ. അപ്പോൾ അവരും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ആൻ്റണിയും ഈ സുഹൃത്തും കൂടി കാറിൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. സച്ചിൻ രേവതിയും ചായ കുടിച്ച് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. കാറ് വേറൊരു സുഹൃത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ ആൻ്റണി ആരും സംശയിക്കില്ലല്ലോ, കാരണം ആൻ്റണി ആ കാറിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് ആർക്കും സച്ചിക്കായാലും മനസ്സിലാവാൻ പോകുന്നില്ല. ഭാര്യയും ഭർത്താവും കയ്യും കാലും ഒടിഞ്ഞൊരു 3 മാസമെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കണം, എൻ്റെ ആഗ്രഹം അതാന്നൊക്കെ ആൻ്റണി പറയുന്നുണ്ട്.
ചായ കുടിച്ചതിന് സച്ചിൻ രേവതിയും ഇറങ്ങുമ്പോഴേക്കും ആൻ്റണിയും കൂട്ടുകാരും ഇവരെ ഫോളോ ചെയ്യുവാണ് കാറിൽ. അങ്ങനെ രേവതിയും സച്ചിയും കൂടി ഭയങ്കര സന്തോഷത്തിൽ ചിരിച്ചും കളിച്ചും പോവാണ്. ഇത് കാണുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, നോക്ക് എങ്ങനെ ചിരിച്ചും കളിച്ച് സന്തോഷത്തിലാണ് പോകുന്നതെന്ന്. ഇത് കണ്ടിട്ട് എനിക്ക് ദേഷ്യം കൂടി കൂടി വരിക. അവരെനിക്കിപ്പോൾ തന്നെ ഇടിച്ചിടണം. എടാ വണ്ടി സ്പീഡിൽ വിടറാന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡ്രൈവറെ കൊണ്ട് സ്പീഡിൽ വണ്ടി ഓടിപ്പിക്കുവാണേ. ബ്രേക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മതി ആരെങ്കിലും ചോദിച്ചാലെന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി ആണെങ്കിൽ സച്ചിനോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ എനിക്കിപ്പോൾ നല്ല സന്തോഷം തോന്നുന്നു എന്ന് പറയുമ്പോൾ സച്ചി പറയും, നേരത്തെയല്ലേ നീ മുഖം ഭയങ്കര വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നത്? ആ എൻ്റെ കൂടെ സച്ചിയേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, സച്ചിയേട്ടൻ ഉള്ളപ്പോൾ എനിക്കൊന്നും ആവില്ലെന്നും പറഞ്ഞല്ലോ. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി സച്ചിയേട്ടാന്നൊക്കെ പറയുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതല്ലെങ്കിലും അങ്ങനെയാ രേവതി, നിന്നെ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും വിടത്തില്ല എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇനി എനിക്ക് ഇപ്പോൾ എന്തെങ്കിലും ആയാലും ശരി, സച്ചിയേട്ടൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ, സച്ചിയേട്ടൻ്റെ മടി കിടന്ന് എനിക്ക് മരിച്ചാലും ഒരു കുഴപ്പമില്ല എന്നൊക്കെ രേവതി പറയുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരുവാണ്. രേവതി എന്താ നീ ആവശ്യമില്ലാത്ത വർത്താനൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത്, നിനക്കൊന്നും സംഭവിക്കില്ല, ഈ സച്ചി ഒന്നും സംഭവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുവാണ്. ഇവരുടെ പുറകിലാണെങ്കിൽ ആൻ്റണിയുടെ കാറ് സ്പീഡിൽ ഓടിച്ചു വരുവാണ്. ഇവരത് ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ആൻ്റണിയുടെ വണ്ടി പുറകിൽ ഇങ്ങനെ സ്പീഡിൽ വരുന്നുണ്ട്. സച്ചിൻ രേവതിയും കഥയും പറഞ്ഞ് വണ്ടി ഓടിക്കുവാണ്. ഒരു സ്ഥലത്തെത്തുമ്പോഴേക്കും സച്ചിൻ മിററിൽ കൂടി കാറ് പുറകിൽ ഇങ്ങനെ വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, രേവതി എന്നെ മുറുക്കി പിടിച്ചോ എന്ന് പറയുവാണ്. അപ്പോൾ രേവതി ചോദിക്കും, എന്ത് പറ്റി സച്ചിയേട്ടാന്ന് പറയുവാണ്. ആൻ്റണിയുടെ കാറ് കുറേ പ്രാവശ്യം പുറകിൽ ഇടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ലാസ്റ്റ് ഒരു സ്ഥലത്തെത്തുമ്പോഴേക്കും സച്ചിൻ്റെ വണ്ടിയിൽ ഇടിക്കാൻ പോകുമ്പോഴേക്കും സച്ചി എളുപ്പം സ്കൂട്ടർ ഒരു സ്ഥലത്ത് ഒതുക്കുവാണ്. അപ്പോഴേക്കും രേവതി പതിയെ ഒന്ന് സ്കൂട്ടറിൽ നിന്നും താഴോട്ടൊന്ന് വീഴുന്നുണ്ട്. ഒന്നും പറ്റുന്നൊന്നുമില്ല. അപ്പോഴേക്കും ഈ കാർ സ്പീഡിൽ അങ്ങനെ തന്നെ നിർത്താതെ ഓടിപ്പോവേ. സച്ചിക്ക് ഇങ്ങനെ ദേഷ്യം വരും, നോക്ക് രേവതി, നിനക്കൊന്നും പറ്റില്ലല്ലോ, നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാനിപ്പോൾ വരാമെന്ന് പറയുമ്പോൾ രേവതി പറയും, സച്ചിയേട്ടൻ ഇത് എങ്ങോട്ടാ, വണ്ടി ഓടിക്കുന്നത് കണ്ടില്ലേ, ഒരു ജസ്റ്റ് മിസ്, ഇപ്പോൾ ഒന്ന് ഇടിച്ചിരുന്നെങ്കിലോ നമ്മൾ രണ്ടും തെറിച്ചു പോയാനായിരുന്നു എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, വിട് സച്ചിയേട്ടാ, ഏതോ കള്ളു കുടിച്ചിട്ട് ആരോ വണ്ടി ഓടിക്കുവാൻ തോന്നുന്നു, ആ വണ്ടി പോകുന്ന പോക്ക് കണ്ടില്ലേ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചി പറയും, കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിക്കുമോ, അങ്ങനെ ഓടിക്കുന്നത് ശരിയാണോ രേവതി എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോഴേക്കും രേവതി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും. അപ്പോൾ സച്ചിക്ക് മനസ്സിലാവും, ഓ താനും കള്ളു കുടിച്ച് വണ്ടിയുടെ ഓടിക്കാറുണ്ടല്ലേ, ശരി ശരി എന്ന് പറഞ്ഞ് സച്ചി ഒന്നും മിണ്ടുന്നില്ലേ. എന്നിട്ട് പറയുന്നുണ്ടേ, അല്ല കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നത് തെറ്റല്ലേ എന്ന് പതേ ഒരു ഇളിച്ച ചിരിയും കൊണ്ട് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, കുടിക്കുന്നതേ തെറ്റാണെന്ന് പറയുവാണേ. അപ്പോൾ സച്ചി പറയും, അല്ല കുടിക്കുന്നത് തെറ്റൊന്നുമല്ല, പക്ഷേ കുടിച്ചിട്ടായാലും വണ്ടി മര്യാദക്ക് ഓടിച്ചൂടെ. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടൻ കുടിക്കുന്നത് തെറ്റാണെന്ന് ഒരിക്കലും സമ്മതിച്ച് തരില്ലല്ലോ, എന്തെങ്കിലും ആവട്ടെ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, നിനക്കൊന്നും പറ്റിയില്ലല്ലോ രേവതി, നോക്കിയേ ശരിക്കും എന്ന് പറയുമ്പോൾ രേവതി പറയും, ഇല്ല സച്ചിയേട്ടാ എനിക്കൊന്നും പറ്റിയിട്ടില്ലെന്ന് പറയുവാണേ. എന്തോ ചീത്ത സമയമാണെന്നൊക്കെ പറഞ്ഞായിരുന്നില്ലേ, ആ ചീത്ത സമയം ഇങ്ങനെ പോയി നോർത്താൽ മതിയെന്ന് സച്ചി പറയുവാണേ. ഇനി നിനക്കൊന്നും പറ്റില്ല രേവതി, ചീത്ത സമയമൊക്കെ മാറി, നീ വണ്ടി കയറി നമുക്ക് പോവാന്നൊക്കെ പറയുവാണ്. സച്ചിക്ക് പക്ഷെ ഒരു സംശയമുണ്ട്. സച്ചി ഇങ്ങനെ സംശയത്തിൽ ദൂരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ എന്താ ഈ ആലോചിക്കുന്നത്? ഒന്നുമില്ല, നീ ഇരിക്കും രേവതി, നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് വണ്ടി എടുക്കുവാണേ. പിന്നെ രാത്രിയാവുകയാണ്. സച്ചി രേവതിയും കൂടി ഇന്നത്തെ കണക്കൊക്കെ നോക്കുവാണ്. രേവതി പറയുന്നുണ്ട്, ഇന്ന് നമുക്ക് 3000 രൂപ ലാഭമുണ്ട് സച്ചിയേട്ടാന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചി പറയും, എനിക്ക് സന്തോഷമായി രേവതി എന്നൊക്കെ പറയുവാണ്. രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ എപ്പോഴും ഞാൻ പൂ കൊടുക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ ടെൻഷനിലായിരിക്കും പോകുന്നത്, പക്ഷേ ഇന്ന് ഞാൻ എത്രത്തോളം സന്തോഷത്തിലായിരുന്നെന്നറിയോ. അപ്പോൾ സച്ചി പറയും, അതെന്താ? അല്ല സച്ചിയേട്ടൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നില്ല ഇന്ന് ഫുള്ളും. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എനിക്കും അതേ രേവതി, ഇന്ന് ഫുള്ളും നമ്മളിങ്ങനെ ഒരു ദിവസം ഫുള്ളും ഒന്നിച്ച് നിന്നിട്ടില്ലല്ലോ, എനിക്കും എന്തോ വല്ലാത്തൊരു ഫീൽ എന്നൊക്കെ സച്ചി പറയുന്നുണ്ടേ. അപ്പോൾ രേവതി പറയും, എന്നാൽ പിന്നെ നാളെ നമുക്ക് ഒന്നിച്ചു പോകാമെന്ന് ചോദിക്കുവാണേ. അപ്പോൾ സച്ചി പറയും, അതുകൊള്ളാലോ, ഡെയിലി നിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാലേ എൻ്റെ ട്രിപ്പൊക്കെ മുടങ്ങും എന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയും, ഞാൻ വെറുതെ പറഞ്ഞതാ സച്ചിയേട്ടൻ പോയിക്കോ ട്രിപ്പിന്, നാളെ ഞാൻ നോക്കിയൊക്കെ കൊണ്ടുപോയി പൂ കൊടുത്തോളാം എന്ന് പറയുവാണേ. സച്ചി പറയുന്നുണ്ട്, രേവതി ഇന്ന് ഇത്രയും രൂപ ലാഭമൊക്കെ കിട്ടില്ലേ, നമുക്ക് പുറത്ത് പോയി ഒരു സിനിമയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് വന്നാലോ. അപ്പോൾ രേവതി പറയും, അതൊന്നും വേണ്ട, നമുക്ക് ഈ പൈസ ഉണ്ടിയിലിടാനുള്ളതാ, നമുക്ക് മുറി കെട്ടണ്ടേ സച്ചിയേട്ടാന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, ഇങ്ങനെ എല്ലാ കാശും കൊണ്ടേ ഉണ്ടിയിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ ജീവിതം ആഘോഷിക്കാനാ, കുറച്ചൊക്കെ നമ്മൾ പുറത്ത് പോയൊക്കെ ഒന്ന് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യണം, എൻജോയ് ചെയ്യണം രേവതി എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയും, അത് നമ്മുടെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ കാശുള്ളപ്പോൾ ചെയ്യാം, ഇപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു മുറി കെട്ടണം എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, എന്താ രേവതി നീ ഇത്ര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്? ഇല്ല സച്ചിയേട്ടാ, നമുക്കൊരു മുറി കെട്ടിയെടുക്കണം സച്ചിയേട്ടാ, വന്നവരും പോണവരും ഒക്കെ ഈ ചോദിക്കുക നിങ്ങൾക്ക് മുറിയില്ലേന്ന്, എനിക്കത് ഒഴിവാക്കണം, ഒരു മുറി കെട്ടി എൻ്റെ സച്ചിയേട്ടന് അകത്തും പുറത്തും ഒരു വിലയുണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ രേവതി പറയുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആകെ ഒരു കുറച്ച് സമയം നമ്മുടെ ജീവിതത്തിനുള്ളൂ, ആ ജീവിതം നമുക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിച്ചില്ലെങ്കിൽ ശരി, നീ പറഞ്ഞതുപോലെ ചെയ്യാം, ഏതായാലും പുറത്തൊന്നും പോകുന്നില്ല, കല്യാണം കഴിഞ്ഞതോടുകൂടെ എൻ്റെ സ്വാതന്ത്ര്യമൊക്കെ പോയി എന്ന് സച്ചി
പറയുവാണേ. അപ്പോൾ രേവതി പറയും, സ്വാതന്ത്ര്യം പോയെന്നോ? അതെന്താ സച്ചിയേട്ടൻ അങ്ങനെ പറയുന്നേ? ഒന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും രേവതി വിടുന്നില്ല. അല്ല അല്ല സച്ചിയേട്ടൻ എന്താ സ്വാതന്ത്ര്യം പോയെന്ന് എനിക്കിപ്പോൾ അറിയണം എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആ എന്നാൽ ശരി ഞാൻ പറയാം. പണ്ടൊക്കെ ഞാൻ സമ്പാദിക്കുന്നത് ഇഷ്ടത്തിന് ചെലവാക്കുമായിരുന്നു. ആ സ്വാതന്ത്ര്യം പോയി. അപ്പോൾ രേവതി പറയും, ഓഹോ പിന്നെ പിന്നെ രണ്ടാമത്തെ എന്താ പോയെന്ന് വെച്ചാൽ പണ്ട് രാത്രിയൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി നടക്കുമായിരുന്നു. ആ സ്വാതന്ത്ര്യവും പോയി ഇപ്പോൾ. പിന്നെ അതുമാത്രമല്ല പണ്ട് പുറത്തുനിന്നൊക്കെ ഇഷ്ടം പോലെ ഭക്ഷണം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നതാ. ഇപ്പോൾ ആ സ്വാതന്ത്ര്യം ഇല്ല. വീട്ടിൽ നിന്ന് തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രേവതി ചിരിക്കുന്നുണ്ട്. പിന്നെ എന്ത് സ്വാതന്ത്ര്യമാണ് പോയേ? അപ്പോൾ സച്ചിയേട്ടൻ പറയുന്നുണ്ട്, പിന്നെ പിന്നെ എന്ത് സ്വാതന്ത്ര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാൻ പുറത്തോട്ടൊക്കെ പോയി വരുമ്പോഴേക്കും എവിടെ പോയതാ എന്തിനു പോയതാന്നൊന്നും ആരും ചോദിക്കില്ലായിരുന്നു. പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു. ഇപ്പോൾ അതും പോയി എന്ന് പറയുവാണേ. രേവതി ഇതൊക്കെ കേട്ട് ചിരിക്കുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ എന്തിനാ ചിരിക്കുന്നേ? അല്ല സച്ചിയേട്ടൻ ഇതൊക്കെ പറയുമ്പോഴേ പണ്ട് എവിടെയോ വായിച്ച ഒരു വരികൾ ഓർമ്മ വരുവാന്ന് പറയുമ്പോൾ സച്ചി പറയും, എന്ത് വരി? 20-ാം വയസ്സിൽ നമുക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാതിരിക്കുമ്പോൾ നമുക്കതൊരു സ്വാതന്ത്ര്യമായി തോന്നും. പക്ഷെ 60-ാം വയസ്സിലും അങ്ങനെ തന്നെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരു ശാപം പിടിച്ച ജീവിതമായിട്ട് തോന്നുമെന്ന് രേവതി പറയുവാണേ. ഓ നീ 60 വയസ്സ് വരെ എത്തിയോന്ന് സച്ചി ചോദിക്കുന്നുണ്ടേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഈ കല്യാണം കഴിഞ്ഞ ആണുങ്ങളൊക്കെ എന്താ ഇങ്ങനെ വിചാരിക്കുന്നത്, തങ്ങളുടെ സ്വാതന്ത്ര്യം പോയിന്ന്? കുറച്ച് ഉത്തരവാദിത്തം വന്നു എന്ന് തിരിച്ചു ചിന്തിച്ചൂടെ? അപ്പോൾ സച്ചി പറയും, ഉത്തരവാദിത്തം വന്നു? ആ പണ്ട് ജോലിക്ക് പോവാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഇഷ്ടത്തിന് കറങ്ങി നടന്നവർക്ക് കല്യാണം കഴിയുമ്പോൾ ഒരു ഉത്തരവാദിത്തം വന്നു. അത് നല്ല കാര്യമല്ലേ? അങ്ങനെ വിചാരിച്ചൂടെ എന്നൊക്കെ രേവതി പറയുവാണേ. സച്ചി പറയും, ഞാൻ അങ്ങനെ ജോലിക്കും പോവാതെ കറങ്ങി അലഞ്ഞു തിരിഞ്ഞൊന്നും നടന്നിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ഞാൻ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു, സമ്പാദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആരും ചോദിക്കാനുണ്ടായില്ല. കള്ളു കുടിച്ച് വന്നാൽ മാത്രം അച്ഛൻ ചീത്ത പറയും. പക്ഷെ ഇപ്പം എൻ്റെ ആ സന്തോഷങ്ങളൊക്കെ പോയി എന്ന് പറയുവാണ് നീ വന്നതോടുകൂടി. അപ്പോൾ രേവതി പറയും, ഞാൻ വന്നപ്പോൾ സച്ചേട്ടൻ്റെ സന്തോഷം പോയി എന്നാണോ അപ്പം പറയുന്നത്? അങ്ങനെയല്ല, നീ വന്നപ്പോൾ ഇത് വേറൊരു തരത്തിലുള്ള സന്തോഷം എൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയുടെ മടിയിൽ തലവെച്ച് കിടക്കുവാണേ. രേവതി പറയുന്നുണ്ട്, നാട്ടിലെ കുറേ പേർക്കൊക്കെ പെണ്ണ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് നടക്കുക. സച്ചിയേട്ടൻ എന്നെപ്പോലൊരു നല്ല ഭാര്യനെ കിട്ടിയതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടതെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആ അതും ശരിയാ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അല്ല സച്ചിയേട്ടനെ കല്യാണം കഴിഞ്ഞതോടുകൂടി ആൾക്കാർക്കിടയിലുള്ളൊരു ബഹുമാനവും മര്യാദയൊക്കെ കിട്ടുന്നതായിട്ട് തോന്നിയിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ആ അതും ശരിയാ. പണ്ടൊന്നും ആർക്കും എന്നൊരു വിലയില്ലായിരുന്നു. എന്നെ ഒരു പരിപാടിക്കും വിളിക്കില്ല. പക്ഷെ ഇപ്പോൾ എന്നെ എല്ലാ പരിപാടിക്കും വിളിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ സച്ചേട്ടന് കുറച്ച് ഉത്തരവാദിത്വമൊക്കെ വന്നതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു മാറ്റം വന്നെന്ന് പറയുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഓ അപ്പോൾ ഇനി ചോദിക്കുന്നവരോടൊക്കെ സ്വാതന്ത്ര്യമൊന്നും പോയിട്ടില്ല, എനിക്ക് ഉത്തരവാദിത്വം വന്നു എന്ന് പറയാല്ലേ മറുപടി എന്ന് സച്ചി ചോദിക്കുവാണേ. ആ സച്ചിയേട്ടാ ഇനി പറ, ഈ പൈസ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, അതിൽ ചോദിക്കാൻ എന്തിരിക്കുന്നു, കൊണ്ടുപോയി നമ്മുടെ ഹുണ്ടിയിലിടുമെന്ന് പറയുവാണേ. അങ്ങനെ രണ്ടുപേരും ചിരിച്ചും കളിച്ചും ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങുവാണ്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണേ. ശ്രുതി ഇങ്ങനെ മുറിയിൽ ആലോചിച്ചുകൊണ്ട് നടക്കുക. ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ടും സച്ചി അത് രഹസ്യമായിട്ട് വെച്ചിരിക്കുക. ഇതൊന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ മതി, എല്ലാ പ്രശ്നങ്ങളും സച്ചിയുടെയും രേവതിയുടെയും നേർക്ക് തിരിഞ്ഞോളും. പിന്നെ അവർ ആദ്യം ദത്തെടുക്കുന്ന കാര്യം തന്നെ മറന്നോളും. അതിനാരും സമ്മതിക്കത്തുമില്ല. പിന്നെ നവീൻ്റെ വിഷയവും ഇത് പുറത്തു വന്നാൽ അതോടെ ഒതുങ്ങി കിട്ടിക്കോളും. ശ്രുതി അങ്ങനെ ഓരോന്നും ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് പതിയെ മുറി തുറന്ന് പുറത്തോട്ട് നോക്കുവാണ്. സച്ചി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റോ എന്നറിയാൻ വേണ്ടി നോക്കുവാണേ. അപ്പോൾ സച്ചി എളുപ്പം അവിടെ നിന്ന് ചാടി എഴുന്നേറ്റിട്ട്, അയ്യോ സമയം എത്ര ആയോ എന്ന് പറഞ്ഞ് ഫോണിൽ നോക്കുന്നുണ്ടേ. ചാർജും ഇല്ലല്ലോ. രേവതി എന്ന് പറഞ്ഞിട്ട് രേവതിനെ വിളിച്ച് അടുക്കളയിലോട്ട് പോകുമ്പോഴേക്കും ശ്രുതി പയ്യെ മുറിയിൽ നിന്നും ഇറങ്ങിയിട്ട് ഒന്നും അറിയാത്ത പോലെ ഹോളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണേ. ആ ഫോൺ എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റാൻ വേണ്ടി നടക്കുവാണ് ശ്രുതി. രേവതി കോഫി എടുത്തോണ്ട് വരാമെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഫോണിൽ ചാർജില്ല, ഞാനതൊന്ന് ചാർജ് ചെയ്യാനിട്ടിട്ട് കുളിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ എടുക്കാൻ വേണ്ടി വീണ്ടും ഹോളിലോട്ട് വരുവാണേ. അപ്പോൾ ശ്രുതി അതിലേ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണുമ്പോഴേക്കും സച്ചിക്ക് ചെറിയ സംശയം തോന്നുവേ. സച്ചി ചോദിക്കുന്നുണ്ട്, പാലറേട്ടത്തി എന്താ വീടിൻ്റെ അകത്ത് തന്നെ വാക്കിംഗ് തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എന്താ ഇനി അതും സച്ചിനോട് പറഞ്ഞിട്ട് വേണോ ഞാൻ ചെയ്യാൻ, എനിക്ക് ഇവിടെ ഇങ്ങനെ നടക്കാനും പാടില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, അയ്യോ എവിടെ വേണമെങ്കിലും നടന്നോ, എന്നോട് ആരും ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്നും പോവാണേ. ചന്ദ്രയുടെ മുറിയിൽ ഫോണും ചാർജ് ചെയ്യാനിട്ടിട്ട് സച്ചി ബാത്റൂമിൽ കയറുന്ന നേരത്തിൽ ശ്രുതി ഓടി പുറകെ പോവാണ്. വാതിലൊന്നും ലോക്ക് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ശ്രുതി എളുപ്പം അകത്ത് കയറിയിട്ട് ആ ചാർജർ ഊരിയിട്ട് സച്ചിയുടെ ഫോൺ കയ്യിലെടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും സച്ചി പെട്ടെന്ന് ഡോറ് തുറക്കുവാണ്. രേവതി എന്ന് വിളിക്കുമ്പോഴേക്കും ശ്രുതി എന്തെന്ന് വെച്ചാൽ അയ്യോ എളുപ്പം കയറി ആ കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കും കേട്ടോ. അപ്പോൾ രേവതി വന്നിട്ട് എന്താ സച്ചിയേട്ടാന്ന് ചോദിക്കുന്നുണ്ട്. രേവതി ഞാൻ തോർത്തെടുക്കാൻ മറന്നു, ഒന്ന് തോർത്ത് കൊണ്ടെത്താന്ന് പറഞ്ഞിട്ട് രേവതിയെ വിടുവാണേ.
ശ്രുതിയാണെങ്കിൽ കട്ടിലിൻ്റെ അടിയിൽ ഈശ്വരാ ഇവർ ഈ സച്ചി എന്ന് പറഞ്ഞിട്ട് ഫോണും ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം നോക്കുമ്പോൾ ചന്ദ്രയാണെങ്കിൽ പുറത്ത് നിന്ന് റൂമിലിരുന്ന് ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുവാണ്. മുറിയിലോട്ട് കയറി വരുവാണ്. ബാമേ ഞാൻ ഇന്ന് കുറച്ച് താമസിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി പറയും, അതിൻ്റെ ഇടയിൽ ഈ അമ്മ ഈ ആൻറ്റിക്ക് വേറെ പണിയൊന്നുമില്ലേ, എളുപ്പം പോയിക്കൂടെ, ഈ സമയത്ത് തന്നെ കയറി വരണോ, ഫോണിലെ വീഡിയോ ആണെങ്കിലും ഞാൻ എടുത്തിട്ടില്ല, ഏതായാലും എളുപ്പം വീഡിയോ ഉണ്ടാകുന്ന നോക്കിയിട്ട് എൻ്റെ ഫോണിലോട്ട് സെൻഡ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുവാണേ. ചന്ദ്ര മുറിയിൽ നിന്നും പോകുമ്പോഴേക്കും നമ്മുടെ രേവതി തോർത്തും കൊണ്ട് വരുവാണ്. തോർത്തും കൊണ്ട് വന്നിട്ട് സച്ചിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു, നീ ഒന്ന് എൻ്റെ തല തോർത്തി തന്നിട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് നല്ല റൊമാൻസ് നടക്കുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഈശ്വര ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി കയറിയപ്പോഴേക്കും ഇവിടെ റൊമാൻസ് നടക്കുന്നു, ഇവർക്കൊക്കെ എളുപ്പം പൊക്കൂടെ, എന്നെ ഈ കട്ടിലിൻ്റെ അടിയിൽ ആരെങ്കിലും കണ്ട അതിലും വലിയ നാണക്കേടിന് ഉണ്ടാവാനില്ല, എളുപ്പം ആ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി കട്ടിലിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഈ വീഡിയോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് സച്ചിയുടെ മൊബൈലിൽ. സച്ചിൻ രേവതി അപ്പോൾ രേവതി പറയുന്നുണ്ട്, എൻ്റെ സച്ചിയേട്ടാ ഈ സച്ചിയേട്ടൻ എന്താ ഈ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ആരെങ്കിലും കണ്ടാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, ഞാൻ എന്നാൽ വാതിൽ പൂട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് വാതിൽ ലോക്ക് ചെയ്യുവാണ്. ശ്രുതിക്ക് ഇതൊക്കെ കണ്ടിട്ട് കട്ടിലിൻ്റെ അടിയിലിരുന്ന് തൊലി ഇരിയുവാണ്. എന്നാലും ശ്രുതി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വീഡിയോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോഴാണ് നമ്മുടെ ശ്രുതി, അമ്മേ ശ്രുതിയെ കണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ അന്വേഷിച്ച് വരുന്നത്, നടക്കുന്നത്, കേൾക്കുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.